തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളെല്ലാം അതേപടി ഒത്തിണങ്ങിയ മറ്റൊരു ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആദികേശവ പെരുമാൾ ക്ഷേത്രം. വിഷ്ണുവിന്റെ 108 ദിവ്യദേശങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രമെന്ന് ചരിത്രം. ഒരിക്കൽ കേശി എന്നു പേരായ ഒരു അസുരനുമായി ആദികേശവ പെരുമാളിന് ഏറ്റുമുട്ടേണ്ടി വന്നു. യുദ്ധത്തിന്റെ ഒടുവിൽ ആദികേശവ പെരുമാൾ കേശിയെ പരാജയപ്പെടുത്തുകയും ശേഷം ക്ഷീണം തീർക്കുവാൻ അയാളുടെ ശരീരത്തിൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു. ഇതേ സമയമാണ് കേശിയുടെ ഭാര്യ തന്റെ ഭർത്താവിനെ രക്ഷിക്കുവാനായി ഗംഗാദേവിയോട് പ്രാർത്ഥിച്ചത്. അപേക്ഷ കേട്ടപ്പോൾ ഗംഗാദേവി താമ്രപർണി നദിയുമൊത്ത് എത്തി. ഒരു പ്രളയം സൃഷ്ടിച്ച് പെരുമാളിൽ നിന്ന് കേശിയെ രക്ഷിക്കാനായിരുന്നു ഗംഗാദേവി തീരുമാനിച്ചിരുന്നത്. എന്നാൽ രണ്ട് നദികളും ഒരുമിച്ചെത്തുന്നത് കണ്ട പെരുമാൾ ഭൂമിദേവിയോട് ആ പ്രദേശം അല്പം ഉയർത്തുവാൻ ആവശ്യപ്പെടുകയും അവ ആ സ്ഥലത്തിന് ചുറ്റും ഒഴുകി ഭഗവാനെ ആരാധിക്കുകയും ചെയ്തു അത്രേ. കേശിയെ രക്ഷിക്കാനായി എത്തിയ ഗംഗാനദിയും താമ്രപർണി നദിയും ഇവിടെ എത്തിയപ്പോൾ ഭൂമി ഉയർന്നതിനാൽ ആ സമയം നദികൾ രണ്ടും ആദികേശവ പെരുമാളിനെ വട്ടത്തിൽ വലം വെച്ചു. അങ്ങനെ വട്ടത്തിൽ ഒഴുകിയതിനാലാണ് തിരുവട്ടാർ എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നത്.